ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ബദാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ബദാം പരിപ്പിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ ഒരു ബദാം പരിപ്പ് എന്ന് പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ സ്കിന്നിനും ഹെയറിനും ഹെൽത്തിനും എല്ലാം വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ബദാം പരിപ്പ് നമ്മൾ വീട്ടിൽ മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ കുറേ ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് പെട്ടെന്ന് അങ്ങ് തണുത്തൊരുമാതിരി പഞ്ഞി പോലെ ആയിപ്പോകും. അപ്പോൾ പിന്നെ ആ ഒരു ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. അപ്പം നമുക്കത് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ക്രിസ്പി നമ്മൾ വാങ്ങിയ പോലൊക്കെ ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. അതിലേക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് അരി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏത് അരിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ അരി നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഒന്ന് മടക്കി ഒന്ന് നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് പൊടിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊടിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ബദാം പരിപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന ഏത് പാത്രമാണോ അതിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് ഈ ഒരു അരി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും ഇത് തണുത്തു പോകത്തില്ല. നല്ല വാങ്ങിപ്പം എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബദാം പരിപ്പ് മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ഇട്ട് വെച്ചാൽ മതി. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളമാണിത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 കുക്കുംബറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വാടിയ കുക്കുംബറാണ്. നമ്മൾ സാധാരണ കുക്കുംബറൊക്കെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും പുറത്ത് വെച്ചിരുന്നാലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് വാടി പോകാറുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും ഡയബറ്റിക്സിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10-11 മണിയൊക്കെ ആവുന്നുണ്ട് ഇത് 2-3 എണ്ണം കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷുഗറിന് വളരെ നല്ലതാണ്. ഇതിനകത്ത് കൂടുതലും ജലാംശമാണ്. ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇവർക്കിത് കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞ പോലൊക്കെ തോന്നും. അത് കാരണം ഉച്ചയ്ക്ക് അധികം ചോറൊക്കെ നമ്മൾ എന്തായാലും ഉച്ചയ്ക്ക് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ അധികം കഴിക്കത്തില്ല, വയറ് പെട്ടെന്ന് നിറയും. അപ്പം ഞാനിവിടെ ആ ഒരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തണുത്ത വെള്ളം ഇല്ലെങ്കിൽ ഇതുപോലെ സാധാ പച്ചവെള്ളം എടുക്കുക. എടുത്തതിന് ശേഷം കൂടുതൽ ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ തണുത്ത വെള്ളം ആയതുകൊണ്ട് ഞാനൊരു 3 ഐസ് ക്യൂബ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ആ ഒരു കുക്കുംബർ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാനീരാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. ഒരു മുറി നാരങ്ങാനീര് നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ വാടിപ്പോയ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ 3 ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒഴിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഗുണങ്ങളും പറയാതെ എല്ലാവർക്കും അറിയാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ക്യാരറ്റ് ഈ ഒരു നാരങ്ങ നീരൊഴിച്ച വെള്ളത്തിലേക്ക് ഒരു 10-15 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം എത്ര വാടിപ്പോയ ക്യാരറ്റ് ആണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുക്കുംബറും അതുപോലെ തന്നെ ക്യാരറ്റും ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും ഇത് അത്ര വാടിയതല്ല എങ്കിലും ഇപ്പം നേരത്തെ കണ്ടതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇനി ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫ്രിഡ്ജിനകത്തൊക്കെ ഇതേപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിനകത്ത് സ്റ്റോർ ചെയ്യരുത്. കാരണം ഇതിൻ്റെ അടച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഈർപ്പം ഉണ്ടാവാറുണ്ട്.
അങ്ങനെ ആയി കഴിയുമ്പോൾ വീണ്ടും ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതേപോലത്തെ നെറ്റ് ഉണ്ടല്ലോ, നെറ്റ് നമ്മൾ സാധാരണ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള നെറ്റിനകത്തേക്ക് നമ്മൾ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇതുപോലെ ഗ്യാപ്പുള്ളത് കാരണം നെറ്റിനകത്ത് കൂടെ കാറ്റ് കയറും. അപ്പോൾ അതുപോലൊക്കെ ജലാംശം ഒന്നും വന്ന് നിറയത്തില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് നെറ്റിനകത്തേക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നെറ്റിനകത്താക്കിയിട്ടുണ്ട്, രണ്ടും ഇതുപോലെ നെറ്റിനകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാൽ എല്ലാവരും വീട്ടിൽ വാങ്ങുന്നവരാണ് ഇല്ലേ. പാൽ നമ്മൾ തിളപ്പിക്കാൻ ഇതുപോലെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും പുറത്ത് വെച്ചിരുന്നാലും പാല് കേടായി പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞൊക്കെയാണ് നമ്മൾ തിരിച്ചു വരുന്നതെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിരുന്നാലും പാല് കേടായി പോകാറുണ്ട്. ഇവിടെ ഞാൻ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്യാസിൽ പാല് വെച്ച് ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറേ ദിവസം നമുക്ക് കേടുകൂടാതിരിക്കാനുള്ളൊരു ടിപ്പാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഉള്ളതാണ് ഈ ഏലക്ക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ. ഈ രണ്ട് ഏലക്ക ഞാനിവിടെ നിന്ന് കഴുകിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഈ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന പാലിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തിളച്ച് കഴിഞ്ഞ് നമ്മൾ സാധാരണ വാങ്ങി വെക്കുന്ന പോലൊക്കെ തന്നെ മാറ്റി വെക്കുക. അതിന് ശേഷം തണുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ ഒരു ഏലക്ക കിടക്കുന്നതുകൊണ്ട് നമ്മുടെ പാല് കേടുകൂടാതിരിക്കും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ഇങ്ങനെ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിലെ അരി അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെക്കാറുണ്ടില്ലേ. അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിലൊക്കെ പ്രാണിശല്യം, അത് പുഴുക്കൾ അതുപോലെ വണ്ടയൊക്കെ വന്ന് ഇത് നമുക്ക് കേടായി പോകാറുണ്ട്. പ്രത്യേകിച്ചും അരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വണ്ടും പുഴുക്കളും ഒക്കെ കയറി കേടായി പോകാറുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയും നമ്മൾ ഇതുപോലെ വേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് പറയും. ഉണങ്ങിയ വേപ്പില നല്ലതാണ് അരിക്കകത്ത് ഇട്ട് കൊടുക്കാൻ. ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ വേപ്പില എടുക്കാനില്ല എങ്കിൽ നമുക്ക് ചിലർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വേപ്പില കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വേപ്പിലയ്ക്ക് പകരം നമ്മൾ ഇതുപോലെ കറിവേപ്പില എടുക്കുക. കറിവേപ്പില എടുത്തതിന് ശേഷം തണ്ടോടുകൂടി നമുക്ക് ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രാണിശല്യം നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ കുറച്ച് കടലപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ സാധാരണ നമ്മൾ പെട്ടെന്ന് കേടായി പോവാതെ, പൂത്ത് പോവാതെ, അതുപോലെ കട്ട പിടിച്ച് പോവുക, പുഴുവൊക്കെ കയറുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഉണക്കിയ വറ്റൽമുളക് ഇതുപോലെ എടുത്ത് ഇതിനകത്ത് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രഷായിട്ടിരിക്കും. പ്രത്യേകിച്ച് ഈ കടലപ്പരിപ്പൊക്കെ ആണെങ്കിൽ പെട്ടെന്നാണ് പുഴു വന്ന് കേടായി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ഉണങ്ങിയ വറ്റൽമുളക് വേണം ഇതുപോലെ കിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത 2 ഐറ്റമാണ് തക്കാളി അതുപോലെ നാരങ്ങ എന്ന് പറയുന്നത്. നാരങ്ങ നമ്മൾ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ആഹാര സാധനങ്ങളിലൊക്കെ നമ്മൾ നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തക്കാളി നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു നാരങ്ങയും തക്കാളിയും ഒക്കെ നമ്മൾ പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ പൊതിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ വെക്കാറുണ്ട്. എങ്കിലും ചില സമയങ്ങളിൽ ഈ നാരങ്ങ വാടിപ്പോയി കഴിഞ്ഞാൽ ഇതിനൊരു കയ്പ്പാണ്. അപ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നാരങ്ങയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു തക്കാളി ആണെങ്കിലും പെട്ടെന്നാണ് ഈ ഒരു സൈഡൊക്കെ ചീഞ്ഞു പോകുന്നത്. അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് എണ്ണയാണ്. കുറച്ച് എണ്ണ നമ്മൾ ഇതുപോലെ തടകിയതിന് ശേഷം നമ്മൾ ഇതുപോലൊക്കെ നാരങ്ങായിലാണെങ്കിൽ ഫുള്ള് നമ്മൾ നാരങ്ങായിൽ ഇതുപോലെ എണ്ണയൊന്ന് തടയി കൊടുക്കുക. എന്തെണ്ണയായാലും മതി. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എണ്ണ ഇതുപോലൊക്കെ ഒന്ന് തടയി കൊടുക്കുക. അതേപോലൊക്കെ തന്നെ നമ്മൾ തക്കാളിയാണെങ്കിൽ തക്കാളിയുടെ ആ ഒരു ഞെടുപ്പ് ഭാഗമില്ലേ, ഈ ഒരു ഭാഗം, ഇവിടെ നമുക്ക് തക്കാളിയുടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് എണ്ണ ഇതുപോലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും തക്കാളി കേടുകൂടാതിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരുന്ന കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലെ വെളിച്ചെണ്ണ തീർന്നതാണ്. അപ്പം നമ്മൾ ഈ എണ്ണയൊക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തൂടെ എണ്ണ ഒഴുകും. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് കുപ്പിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി പോകാറുണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ഫ്രൂട്ട്സ് അതുപോലൊക്കെ പല ഐറ്റംസ് വാങ്ങുമ്പോഴും നമുക്ക് ഇതുപോലത്തെ നെറ്റ് കിട്ടാറുണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ നെറ്റ് സാധാരണ നമ്മൾ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും കളയേണ്ട ആവശ്യമില്ല. നമുക്കിതും യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു നെറ്റിലേക്ക് നമുക്ക് ഈ ഒരു കുപ്പി ഒന്ന് കടത്തി കൊടുക്കാം. ഇതുപോലൊക്കെ കണ്ടില്ലേ, ഇതേപോലെ
ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വെള്ളം അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോയില്ല. പ്രത്യേകിച്ചും ചില്ലുകുപ്പിയിലൊക്കെയാണ്, ഗ്ലാസ് ജാറിലൊക്കെയാണ് നിങ്ങൾ ഇതുപോലൊക്കെ ഓയിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നാണ് കുപ്പി താഴെ വീണ് പൊട്ടും. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു നെറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.